ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോ, സീസൺ 8 തുടങ്ങാറായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സീസൺ 8. ആരൊക്കെ ആയിരിക്കും സീസൺ 8 വരാമെന്ന് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കായിരിക്കും അല്ലേ നിങ്ങൾ? ഒട്ടും നിങ്ങൾ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ സീസണിൽ വരാൻ പോകുന്നത്. എല്ലാ സീസണിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാവരുടെയും വിധം മാറും, പിന്നെ കുറേ നന്മമാരാകും. അതൊക്കെ സ്വാഭാവികം, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. എന്നാലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് എന്ന് പറയാം, സീരിയലിലും സിനിമയിലൊക്കെ ഉള്ള ഒരുപാട് പേര്, പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇവരെല്ലാവരും ഈ സീസണിൽ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ഈ സീസണിൽ വരാൻ പോകുന്ന കുറച്ച് പേരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് നിങ്ങളെ അറിയിക്കാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. 7ന്റെ പണി കഴിഞ്ഞുകൊണ്ട് ഇനി 8ന്റെ പണിയാവാൻ സാധ്യതയില്ല. എന്തായാലും ഒരു പണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണിയല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി പണിയാക്കും. അമ്മാതിരി ഉള്ള കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ വരാൻ പോകുന്നത്. ആ ലിസ്റ്റിലുള്ളത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്ന പേര് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും. ആള് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മറ്റാരുമല്ല, രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സൂര്യ ടിവിയിൽ പണ്ട് എന്തോ ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഇത് തന്നെ ഇതുപോലെ തന്നെ. അതിന് വേറെന്തോ പേരാ പറയുന്നുണ്ടായിരുന്നേ. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തിളങ്ങി മറിഞ്ഞ് നിന്ന ഒരാളാണ്. ആ ആള് പുതിയ ചിന്തകളും പുതിയ പുള്ളിയുടെ തോട്ടൊക്കെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ 8 രാഹുൽ ഈശ്വർ വന്നേക്കാം. വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടോ? രാഹുൽ ഈശ്വർ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുള്ളിക്ക് വരാനുള്ള കേൾക്കാലോ നമുക്ക്. അവസാനം അഖിൽ മരാർക്ക് സംഭവിച്ച പോലെ ആവൂട്ടോ. അഖിൽ വന്നു കഴിഞ്ഞിട്ട് അഖിലിനെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവസാനം അഖിൽ മരാറിനെ കപ്പ് കൊടുത്തു നമ്മള്. അതേപോലെ ആകുമോ ഇത്? കണ്ടറിയാം. രാഹുൽ ഈശ്വറിന്റെ പേര് ഇതിന് മുന്നത്തെ സീസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കാം നമുക്ക് വരുമെന്നുള്ളത്. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്, ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കാര്യം പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ് ആയിട്ടുള്ള ജാസി, ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ജാസി വരുമോ? ജാസി വരാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ജാസിയുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജാസി വരാനും സാധ്യതയുണ്ട്. ജാസി മാത്രമല്ല, ദീപ്തി നയൻതാരനെ പോലെയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ എവിടേക്കോ നയൻതാര ലുക്കൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഈ പുള്ളിക്കാരിയാണോ ജാസിയാണോ വരാൻ പോകുന്നത്? ജാസി ആണെങ്കിൽ ഒരുപക്ഷെ ജാസിയും ആശയും കൂടി ഒരുപക്ഷെ രണ്ടാളും കൂടി കപ്പിളായിട്ടായിരിക്കും വരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ അടിപൊളിയായിരിക്കും. അപ്പൊ ജാസിയുടെ പേര് പറയുന്നുണ്ട്. ജാസിയും ജാസിയുടെ പാർട്ട്ണറും കൂടി ആയിരിക്കാം. പിന്നെ മറ്റൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീപ്തി ട്രാൻസ് വുമൺ ആണ്. ഒരു 10-16 വർഷമായി ആള് വുമണായിട്ട്. നല്ല ഒരു വുമണാണ്. സത്യം പറഞ്ഞ പുള്ളിക്കാരിയുടെ റീല് ഞാൻ കണ്ടു തുടങ്ങിയത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ്. ആള് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ശേഷമാണ് ഞാൻ അത് കയറി നോക്കിയത്. പുള്ളിക്കാരിക്ക് അതിനുള്ള ആഗ്രഹമുണ്ട്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തകർത്ത് നിങ്ങൾ നമ്മുടെ മലയാളികളുടെ, നമ്മുടെ അമ്മമാരുടെ എല്ലാവരുടെയും സ്നേഹവും എല്ലാം ഞാൻ ഏറ്റെടുക്കും. കാരണം അതിലുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതേപോലെയുള്ള കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് വേണ്ടല്ലേ? അടിപൊളി. എല്ലാവരും അതിലൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത. അത് വേറൊരു യൂണിവേഴ്സാണ്. നമുക്കത് പുറത്തു നിന്ന് പറയുന്നവർക്ക് അത് മനസ്സിലാവില്ല. അവിടെ പോയി വന്നവർ പറയണ കേൾക്കുമ്പോഴാണ് ഓക്കെ, അതും വേണ്ടിയിട്ടല്ലേ പോകുന്നേ. ഫെയിമും കിട്ടും, പൈസയും കിട്ടും, ഇതൊക്കെ വേണ്ടിയിട്ടുള്ളവർ പോകുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ സഹിക്കണം. അപ്പോൾ ദീപ്തികൃഷ്ണ തകർക്കുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. തകരുവോ എന്നാലും നമുക്ക് കാണാം. ആളുണ്ടാവും എന്ന് പറയുന്നു. ഞാൻ പേഴ്സണലി ഈ ഒരു വ്യക്തി ഉണ്ടാവാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ അടുത്തത് ഇപ്പം നമ്മൾ ദീപ്തികൃഷ്ണയുടെ അല്ലേ പറഞ്ഞത്. പിന്നെ അടുത്തത് രേഖ രതീഷും ഇതിന് മുമ്പത്തെ സീസണിലൊക്കെ പറയുന്നുണ്ടായിരുന്നു രേഖ രതീഷ് ഉണ്ടാകും എന്ന്. ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് നമ്മളൊക്കെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു സ്റ്റൈലായിരിക്കും. അധികം കത്താൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. വരട്ടെ. ആള് ആദ്യത്തെ 2-3 ആഴ്ചയൊക്കെ പോകാൻ ആരെങ്കിലൊക്കെ വേണമല്ലോ. ആ ഒരു രീതിയിൽ സീരിയസ്ലി പറയാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഉപദേശിച്ചു പോകുക. അങ്ങനെ ആകെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിട്ട് ലക്ഷ്മിപ്രിയ മാത്രമാണ്. പുള്ളിക്കാരി അതിന് 100 ഡേയ്സ് നിന്നു. അല്ലാണ്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. രേഖ രതീഷൊക്കെ വന്നിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആള് വാക്കു സാമർത്ഥ്യമൊക്കെ അടിപൊളിയാണ്. അതുമാത്രം പോരല്ലോ. എന്നാലും വരട്ടെ, അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് പ്രിയങ്ക
പറയണ്ട, വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആള് പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും എനിക്ക് ന്യായമായിട്ട് തോന്നാറുണ്ട്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അവരെ പക്ഷം പിടിച്ചിട്ടല്ല ആള് പറയുന്നത്. അടിപൊളിയായിരിക്കും. പുള്ളിക്കാരിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനായിട്ട് ഞാൻ കേട്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആള് വരട്ടെ എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. ഇതിന് മുമ്പത്തെ സീസണിലും പുള്ളിക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് സീസണിൽ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടല്ലോ, അവർ വന്നിട്ടുണ്ടാവും. പക്ഷെ അവസാനമൊക്കെ റൗണ്ട് എത്തുമ്പോൾ പുറത്താക്കും. മീൻസ് അവർക്ക് കിട്ടില്ല. പിന്നെ അവിടെ വയൽക്കാടൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ ആ സമയത്ത് ഇതുപോലെ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ എടുത്ത് ഇവർ ബാക്കോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ സീസണിൽ വരുമ്പോൾ അവരെയൊക്കെ ഒന്നും കൂടി റീകോൾ ചെയ്യും. അങ്ങനെ അവർ കോൾ ചെയ്തിട്ട് അവർ അവസാന റൗണ്ട് വരെ എത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സീസൺ 8 വരെ കാണാം. പിന്നെ ബിജു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉപ്പുമുളകിലെ ബിജു, ഈ പുള്ളിക്കാരൻ ഉണ്ടാകും എന്ന് പറയുന്നു. കഴിഞ്ഞ സീസണിലും പറഞ്ഞിരുന്നു, പക്ഷെ വന്നില്ല. ഈ സീസണിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ആളുണ്ടാവുകയാണെങ്കിൽ കിട്ടുമായിരിക്കും. എന്താകുന്നു കാത്തിരിപ്പ് കാണാം. പുള്ളി ഉണ്ടാവും എന്ന് പറയുന്നു. അടുത്ത റെബേക്ക സന്തോഷ്. റെബേക്ക വരുമോ? അത്യാവശ്യം സീരിയലൊക്കെ തിളങ്ങി നിൽക്കുകയാണ്. റെബേക്ക വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പുള്ളിക്കാരി 100 days ഉണ്ടാവും. പുള്ളിക്കാരിയുടെ വ്ളോഗൊക്കെ കാണുന്ന ആളാണ് ഞാൻ. പുള്ളിക്കാരി അതേ രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി ബിഗ് ബോസ് വീട്ടിൽ അതേപോലെ ചില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ പുള്ളിക്കാരി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കും. അതുപോലെയാണ് പുള്ളിക്കാരിയുടെ ഓരോ സംസാരവും എല്ലാ കാര്യങ്ങളും. ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. 100 days ഉണ്ടാവും. റെബേക്ക വരുമെന്ന് നമുക്കറിയില്ല. റെബേക്ക വരുവാണെങ്കിൽ റെബേക്ക അടിപൊളിയായിട്ട് പാട്ടോ. നമ്മളെല്ലാവരും കാത്തിരിക്കണം റെബേക്കയുടെ സംസാരം. എനിക്ക് സംസാരം ഭയങ്കര ഇഷ്ടമാണ് ആളുടെ. നല്ല കുഞ്ഞിക്കുട്ടികളെ പോലെയാണ് സംസാരം. അപ്പോൾ പുള്ളിക്കാരി ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അടുത്തത് ഇൻ്റർവ്യൂർ ആയിട്ടുള്ള മെഹർ. പിന്നെ അതുൽ സുരേഷ് മോഡലാണ്, അതുലുണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ കൃഷ്ണപ്രിയ ഫാഷൻ ഡിസൈനറാണ്. ചെറിയ കുട്ടിയാണ്, നമ്മുടെ റെനൊക്കെ പോലെ ആയിരിക്കാം. ആകാശ് മുരളി നമ്മുടെ പത്തനംതിട്ട സീരിയലിലെ അറിയാലോ. പത്തനംതിട്ട സീരിയലിലെ പുള്ളിയുടെ പേരെന്തായിരുന്നു? എന്തോ പേരുണ്ട്, ഞാൻ മറന്നുപോയി. പുള്ളിക്കാരൻ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ആകാശ് മുരളി വന്നു കഴിഞ്ഞാൽ നല്ല ഡാൻസൊക്കെ കാണാം. അടിപൊളി മോർണിംഗ് സോങ് ഒക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് തകർക്കും. പിന്നെ ഗ്രൂപ്പിസത്തിലൊക്കെ പോയി പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പുള്ളിക്കാരൻ. ഗ്രൂപ്പിസത്തിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു വച്ചാനെ പേര് പോയി. കുറേ പേരുണ്ട് ഇതിൽ. ഞാൻ കുറച്ച് പേരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവരൊന്നും വരാൻ സാധ്യതയില്ല. ഉള്ളവരുടെ നമുക്ക് തോന്നുന്നവരെ മാത്രം പറയാം. വെറുതെ എല്ലാവരുടെയും പേര് അവരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? പിന്നെ ഇപ്പം പറഞ്ഞ പേരുകളുണ്ടല്ലോ, അതിന് കുറേ പേരുകളൊക്കെ കട്ട് ചെയ്ത് പോകും, കുറേ പേര് ആഡ് ഓൺ ആവും കേട്ടോ. അഷിക അശോകൻ, ഇത് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. അഷിക അശോകൻ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ വരട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വരട്ടെ, നല്ല ക്യൂട്ട്നെസ് ഒക്കെ വിതറി കസറൊക്കെ അങ്ങനെ നിൽക്ക്. അടുത്തത് ശരത്ത് മോഡലാണ്. എനിക്ക് അധികം പുള്ളിനെ അറിയില്ല. പിന്നെ ഗായത്രി. ഗായത്രി ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അറിയാലോ. ഗായത്രിയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പുള്ളിക്കാരി നല്ല ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി ഉണ്ടാവണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. നമ്മൾ റീല് കാണുന്ന പോലെ അല്ലല്ലോ ലൈഫിൽ. ചിലപ്പോൾ വീടിനുള്ളിൽ വരുമ്പോൾ ആയിരിക്കണം എന്നില്ല സ്വഭാവം. പക്ഷേ ഗായത്രിയുടെ റീലുകളിലൂടെ ഗായത്രിയെയും ഗായത്രിയുടെ അമ്മയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഗായത്രി വന്നാൽ അടിപൊളിയായിരിക്കും. 100 days ഉറപ്പിക്കാം. അതേപോലെ ആണെങ്കിൽ 100 days നമുക്ക് ഉറപ്പിക്കാം. പിന്നെ കുറച്ച് സീരിയൽ നടന്മാർ വരുന്നുണ്ട്. ഇവർ 2 പേരും വരുന്നുണ്ട്. മൗനരാഗത്തിലുള്ള 2 പേരും, ഇവർ 2 ആളും എത്തുന്നുണ്ട്. ഇവരൊക്കെയാണ് സീസൺ 8 എത്താൻ പോകുന്നതെന്ന് പറയുന്നു. അല്ലാണ്ട് ഒരുപാട് പേരിനെ ആഡ് ഓൺ ആവും കേട്ടോ. കുറച്ച് പേരും കൂടി വരും, കുറച്ച് പേര് ഇതിന്ന് കട്ടായി പോകും. ഇവരൊക്കെ അല്ലാണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ചുകൂടി വേണം കേട്ടോ ബിഗ് ബോസേ. എങ്കിലും സീസൺ അവിടെ കൊഴുക്കുള്ളൂ. 8ാമത്തെ സീസണല്ലേ, ചുമ്മാ പറ്റില്ല. പിന്നെ കൂടുതൽ കപ്പിൾസ് ഉണ്ടാവണമെന്ന് നല്ലതായിരിക്കും. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മുടെ ബിഗ് ബോസ് തമിഴ് 9 കണ്ടില്ലേ, ആ ഒരു പാറ്റേൺ സീസൺ 8 പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം കമറും പാറും അത്രത്തോളം കിട്ടില്ല ഇരുന്ന് അവിടെ. അതെന്തായാലും മലയാളി പ്രേക്ഷകർ പോലും അവിടെ പോയി കണ്ട സ്ഥിതിക്ക് ബിഗ് ബോസ് എന്തിനാ നിങ്ങൾ അവിടെ പോയി കഷ്ടപ്പെടണേ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കോംബോയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. യങ്സ്റ്റേഴ്സിന് കൂടുതൽ ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ആരൊക്കെ ആകും, എന്തൊക്കെ ആയിരിക്കും, ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുകയാണ്. എല്ലാ സ്ട്രാറ്റജീസും വർക്കൗട്ട് ആണോ അവിടെ? അത്തരത്തിലുള്ളവരൊക്കെ കൊണ്ടുവരണേ ബിഗ് ബോസെ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.